തെരുവിൽ മുദ്രാവാക്യം വിളിച്ചും ഇഡിയെ കല്ലെറിഞ്ഞും അന്വേഷണം തടയാമെന്ന് കരുതിയവർക്ക് ഹൈക്കോടതിയുടെ മറുപടി മുഖത്തേറ്റ അടിയായി. എഫ്ഐആർ ഇല്ലെന്ന ഒറ്റ കാരണത്താൽ ഇഡിയുടെ അന്വേഷണം റദ്ദാക്കാനാവില്ല. CMRL വീണ വിജയന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടവും പരാജയപ്പെട്ടു. ഇനി ചോദ്യം ഇതാണ്: ഇത്രകാലം രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് മറച്ചുവെക്കാൻ ശ്രമിച്ചതെന്താണ്? സേവനം നൽകിയതിന്റെ തെളിവില്ലാതെ കോടികൾ കൈമാറിയത്, പൊതുമേഖലാ പങ്കാളിത്തമുള്ള കമ്പനിയിൽ നിന്ന് പുറത്തുപോയ പണം, അതിനെക്കുറിച്ച് ആദായനികുതി വകുപ്പും SFIOയും കണ്ടെത്തിയ കാര്യങ്ങൾ. ഇപ്പോൾ അതേ ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ സാധ്യത പരിശോധിക്കാൻ ഇഡിക്കും കോടതിയുടെ പച്ചക്കൊടി. പോലീസ് FIR ഇട്ടില്ലെങ്കിൽ അന്വേഷണം നടക്കില്ലെന്ന വാദം കോടതി തള്ളിക്കളഞ്ഞു. ഇഡിക്ക് അതിവേഗം മുന്നോട്ട് പോകാമെന്നും കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടായോ എന്ന് അന്വേഷിക്കാമെന്നും ആവശ്യമായാൽ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കേരളം ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്: ഭരണത്തിന്റെ തണലിൽ നടന്ന ഈ സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ കഥയെന്താണ്? കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നയിക്കുന്ന ED ഡയറക്ടർ ഒടുവിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലേക്കും അന്വേഷണം എത്തിക്കുമോ? അതോ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മറ്റൊരധ്യായം തുറക്കുമോ?